ഇന്ന് രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകി. പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ, നല്ല ഇരുട്ടും. എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ 2 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകാനാ? എല്ലാവരും വീട്ടിലേക്ക് പോയി. ഇപ്പോൾ റീഡിംഗ് റൂമിലാണെങ്കിലും ഞാൻ നിൽക്കുന്ന വീട്ടിലാണെങ്കിലും ആളുകൾ കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു റീഡിംഗ് റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം, അവിടെ ഇരുന്ന് കുറച്ച് പ്ലാനൊക്കെ ചെയ്യാം. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ പൂവുകളെ കണ്ടു. വാടിയിരിക്കുന്ന കണ്ടപ്പോൾ എന്തോ എനിക്കൊരു വിഷമം. കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പരീക്ഷ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു സങ്കടമാകാം. കുറവങ്കോണം മഴ പെയ്യുന്ന സമയത്ത് നല്ല രസമാണ് കാണാൻ, പ്രത്യേകിച്ച് റോഡിൽ അങ്ങനെ ആളുകളൊന്നും ഇല്ലാത്ത സമയം. കാരണം ഇപ്പൊ എല്ലാവരും വീട്ടിൽ പോയത് കൊണ്ട് തന്നെ കുറവങ്കോണം മൊത്തം ശാന്തമായിരിക്കുകയാണ്. കടകളാണെങ്കിലും ഫോർച്യൂൺ ആണെങ്കിലും റീഡിംഗ് റൂമുകളൊക്കെ ആണെങ്കിലും ഒക്കെ. ഈ ഒരു ദിവസത്തിന്റെ മെയിൻ അജണ്ട തന്നെ ഇനി എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കും. കാരണം ഇനിയൊരു പ്ലാൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. ഒരു പരീക്ഷ കഴിഞ്ഞത് പോയതല്ലേ, ഇനി ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യണോ അതോ വീട്ടിൽ പോയാലോ എന്നുള്ള തോട്ട്സ് ഒക്കെ മനസ്സിലൂടെ കടന്നു പോകും. എന്തായാലും എൻ്റെ മുമ്പിൽ ഒരു പരീക്ഷ കൂടി ഉള്ളത് കൊണ്ട് ഞാൻ അധികം ചിന്തിക്കാൻ വേണ്ടി പോയില്ല. ഇനിയുള്ള ദിവസങ്ങൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. കാരണം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഉറക്കമായിരിക്കും, രാവിലെ എഴുന്നേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പോലും ഇനിയുള്ള ദിവസങ്ങൾ കുറച്ചും കൂടി സ്ട്രക്ചർഡ് ആയിട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഇതിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളും ചിന്തകളും ഒക്കെ നമ്മുടേത് മാത്രമാണ്. കാരണം ഇതിലൂടെ പോകുന്ന എല്ലാവരും തിരക്കിട്ട് എങ്ങോട്ടേക്ക് ഓടി പോവുകയാണ്. മഴയായതുകൊണ്ട് മാത്രമല്ല, അവരുടെയൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വിഷമം അവർക്കും കാണത്തില്ല. അങ്ങനെ ഞാൻ റീഡിംഗ് റൂമിൽ കണ്ടു. ലൈറ്റ് പോലും പല സൈഡുകളിലും ഇട്ടില്ല, ആരുമില്ല, എല്ലാവരും വീട്ടിലാണ്. എല്ലാവരും ചിലപ്പോൾ അവിടെ ചായയൊക്കെ കുടിച്ചിരിക്കുന്ന സമയമായിരിക്കും, എന്ത് വേണമെന്ന് തീരുമാനിക്കുമായിരിക്കും. എന്റെ GST സ്കോർ അറിയാൻ പലർക്കും താല്പര്യമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ ചെറിയൊരു മടിയുണ്ടെങ്കിൽ പോലും ഇനിയിപ്പോൾ എന്താ മറച്ചു വെച്ചിട്ട്. എനിക്ക് GSന് ഒരു 60ഓളം സ്കോറാണ് നോക്കുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ CSAT ആണെങ്കിൽ 70 മാർക്സ്. CSAT കുഴപ്പമില്ലായിരുന്നു, എന്നാൽ GS ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ അധികം പ്രതീക്ഷ അതിലില്ല. ഇനി എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കണം. എന്തായാലും ബാക്കിയുള്ള ദിവസങ്ങൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്യണം. നിങ്ങളൊക്കെ എന്താ തീരുമാനിച്ചെന്നുള്ളത് എന്തായാലും എന്നെയും കൂടി അറിയിക്കണം കേട്ടോ. ഇനി ഇവിടെ ഇരുന്ന് ഇനി എന്ത് ചെയ്താലും ആരും കാണാനില്ലല്ലോ എന്നുള്ളൊരു മനസ്സിലെ ഒരു ചെറിയൊരു കുട്ടി സന്തോഷം. എന്തിനാണെന്നൊന്നും ചോദിക്കരുത്. ഇനിയിപ്പം ടൈം ടേബിൾ റെഡിയാക്കണം, ബുക്സൊക്കെ വീണ്ടും പൊട്ടി വെക്കണം, കുറച്ച് ബുക്സൊക്കെ മാറ്റി വെക്കണം. ചില ബുക്സൊക്കെ കാണുമ്പോൾ വിഷമം വരില്ലേ? നിങ്ങൾക്കാണെങ്കിലും വരില്ലേ? ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും വീഡിയോ ഇടണമെന്നൊക്കെ ഉണ്ട്. എന്നാൽ അത്രത്തോളം ഇപ്പോൾ ഒരു എനർജിയോ ചിലപ്പോൾ കാലാവസ്ഥ കൊണ്ടാകാം ഇല്ല. എന്തായാലും ഇനി അത് വരുമ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. എൻ്റെ ഭാഗങ്ങളും എനിക്ക് പറയാനുള്ള കാര്യങ്ങളും ഷെയർ ചെയ്യാം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഞാൻ മെല്ലെ പോവുകയാണ്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ വന്നത് മെസ്സേജ് അയക്കാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. മഴക്കാലമാണ്, സൂക്ഷിക്കണം. അതുപോലെ തന്നെ മനസ്സിനെയും തളരാൻ അനുവദിക്കരുത്. അടുത്തത് നമുക്ക് മെല്ലെ പ്ലാൻ ചെയ്തെടുക്കാം. ഒരുമിച്ച് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അതുവരെ ഓൾ ദ ബെസ്റ്റ്. ടേക്ക് കെയർ, ടേക്ക് സം റെസ്റ്റ്.